ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇത് രാവിലെ ഇട്ട വൈബാണ്. ഞാനൊരു വൈബും കൂടി കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യൂ. ഇതാ അങ്ങോട്ട് നോക്കിയേ, മേലോട്ട് നോക്കിയേ. വാവ്, നോക്കിക്കേ. ഇതിവിടെ മുഴുവൻ ഉണ്ടായിരുന്നു കേട്ടോ. ഐ മിസ്ഡ് ഇറ്റ്. ബട്ട് നാളെ എന്തായാലും കവർ ചെയ്യും. എന്തൊരു ഭംഗിയല്ലേ ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടി നിൽക്കണം. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ എന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഞങ്ങൾ രണ്ടുപേരും വേഗം റെഡിയായി. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കേട്ടാൽ ഒരു പ്രത്യേക തരം വികാരമാണ്. സോ ഞങ്ങൾ വേഗം തന്നെ റെഡിയായി. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, നിൽക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്താണ് പോകാൻ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശം റെഡി ആയിട്ടാണ് നമുക്ക് സെർവ് ചെയ്ത് തന്നത്. ഇവിടെ വെള്ളയപ്പുണ്ട്. ഇവിടെ അങ്ങനെ ബുഫേ ഒന്നല്ല, ഇവർ നമുക്ക് ഫുഡ് വന്നു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പം ഇവർ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യും. അപ്പോൾ നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ 2 ഫാമിലി അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ കാമൻ കുവൈറ്റ്. അതിൽ ഫ്രൂട്ട് കട്ട്സ് ഉണ്ട്, പിന്നെ ഇത് ചട്നി ഉണ്ട്. ചട്നി ഇതൊന്ന് വെള്ളയപ്പത്തിൻ്റെ ഒപ്പമാണ്. പിന്നെ ഇവിടെ ഒരു വെള്ളയപ്പത്തിന് ഒരു മുട്ടക്കറിയുടെ കടലക്കറി ഉണ്ട്. പിന്നെ ഇവിടെ ബ്രെഡ് ഉണ്ട്, ജാമുണ്ട്, പിന്നെ ചായ പറഞ്ഞിട്ടുണ്ട്, ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ വീട്ടിലെ ഡൈനിങ് ഹാളിൽ നിന്നും തേയിലത്തോട്ടത്തിലെ ഡൈനിങ് ഹാളിലേക്ക് മാറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. വല്ലപ്പോഴും ഒരു മാറ്റമൊക്കെ നല്ലതാണ്. ഞങ്ങൾ ഏകദേശം ഒരു 8 മണിക്കാട്ടോ ഭക്ഷണം കഴിക്കാൻ പോയത്. അപ്പോഴാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു തോന്നലൊക്കെ വന്നു. പോട്ടെ, നമുക്കിങ്ങനെ അടിച്ച് പൊളിച്ച് ടൂറൊക്കെ പോയി അങ്ങ് ജീവിക്കാന്നേ ഞാൻ എന്നോട് തന്നെ അങ്ങോട്ട് പറഞ്ഞു.